ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയോ അച്ഛനോ ഇല്ലാത്തൊരു കാലഘട്ടത്തെ പറ്റിയാണ്. അമ്മയ്ക്ക് ഈ മാല നന്നായിട്ട് ചേരും തോന്നുന്നു. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തംബ്നെയിലിൽ നിന്നും ടൈറ്റിലിൽ നിന്നും മനസ്സിലായല്ലോ ഏതാണ് ഇന്നത്തെ കണ്ടന്റ് എന്ന്. ഇന്നത്തെ കണ്ടന്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദിയ കൃഷ്ണയുടെ വിഷയമാണ്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കാറിൽ വ്ളോഗ് എടുത്ത് പോയാൽ മതിയായിരുന്നു. എന്നാൽ ആ വ്ളോഗ് എടുത്ത് പോകുന്ന സമയത്താണ് എന്തെങ്കിലും ഒരു അഹങ്കാരം കാണിക്കേണ്ടത്. കാരണം പണത്തിൻ്റെയും പത്രാസിൻ്റെയും ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണോ അല്ലയോ എന്നറിയില്ല. ചേച്ചിയുടെ വീഡിയോയിൽ വന്നിട്ടൊരു പ്രസ്താവന ഇറക്കി. അമ്മ ഇതായിരുന്നു ഒരു വിഷയം. അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് കത്തിപ്പടർന്നു എന്ന് പറഞ്ഞാൽ കത്തിപ്പടർന്നു. കാരണം ദിയയുടെ അക്കൗണ്ടിൽ ഈവൻ യൂട്യൂബ് സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ട് വരെ നല്ലൊരു റിഡ്യൂസ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ലൊരു വിഷയമായി മാറി. അത് കഴിഞ്ഞതിന് ശേഷം സ്ഥിരം മിക്ക യൂട്യൂബേഴ്സിൻ്റെ അക്കൗണ്ടിലാണെങ്കിലും ഇതിൻ്റെ പല വീഡിയോകളും കണ്ടൻറ്റുകളും കോൺട്രവേഴ്സികളും ഒക്കെ ഇങ്ങനെ വാരിപ്പൊത്തി നിറയുന്നുണ്ടായിരുന്നു. എന്ന് ഞാനിതൊന്നും ചെയ്തിട്ടില്ല. 1-2 വീഡിയോ ചെയ്തിട്ട് ഞാനങ്ങ് നിർത്തിയതാണ്. പക്ഷേ എന്നാലും ദിയ ചേച്ചി ഇങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെയും ഇങ്ങനെ പറയുമ്പോൾ നമ്മളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ റെഡി ആവില്ലേലോ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് വീഡിയോസ് കാണാനിടയായി. ആ വീഡിയോസ് കണ്ട സമയത്ത് ആ വീഡിയോസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് അഭിപ്രായം പറയണമെന്ന് തോന്നി. പിന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ദിയയുടെ കോൺട്രവേഴ്സി വന്നതോടുകൂടി വൈറലായിക്കൊണ്ട് നിൽക്കുന്നൊരു കണ്ടന്റ് ഉണ്ട്, പേളി മണിയുടെ കണ്ടന്റ്. അപ്പോൾ അതൊക്കെ കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം എ ബ്യൂട്ടിഫുൾ റീലാണ്. ഞാൻ ആ റീല് ഈ സൈഡ് കൂടെ കൊടുക്കാം. അപ്പം ദിയ കൃഷ്ണ ഇങ്ങനെ കോൺട്രവേഴ്സി കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ദിയ കൃഷ്ണേൻ്റെ ബാക്കി 3 സിസ്റ്റേഴ്സ്, ഈവൻ ഇഷാനി ആണെങ്കിലും ഹൻസിക ആണെങ്കിലും അഹാന ആണെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം ഹൻസികയ്ക്ക് എനിക്ക് തോന്നുന്നു ഹൻസികയുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു കോൺട്രവേഴ്സിയേ വന്നിട്ടില്ല എന്നാണ് ഐ തിങ്ക്. ഇപ്പം ലാസ്റ്റ് വന്നത് ഒരു സബ്സ്ക്രിപ്ഷൻ കോൺട്രവേഴ്സിയാണ്. എന്നാലും ഹൻസികയ്ക്ക് തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി തൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റാണ് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഹൻസിക ഒരു റിപ്ലൈയും കൊടുക്കാണ്ട് വളരെ സൈലൻ്റ് ആയിട്ട് അവിടെ നിന്നു. അതോടുകൂടി 1-2 ദിവസം ആ സബ്സ്ക്രിപ്ഷൻ ഡിസ്കസ് ചെയ്തെങ്കിലും അത് കഴിഞ്ഞതോടുകൂടി സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അധികം പേരും ഡിസ്കസ് ചെയ്തിട്ടില്ല. അതാണ് ബുദ്ധിപരമായ ഒരു കളി. പക്ഷേ ഇവിടെ ദിയ ചേച്ചി പറയുന്നു, ദിയ ചേച്ചീനെ വിറ്റ് യൂട്യൂബേഴ്സ് ഇങ്ങനെ നടക്കുക എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ വിൽക്കാൻ വേണ്ടി ഡെയിലി കണ്ടൻറ്റുകൾ ഇങ്ങനെ ദിയ ചേച്ചി ഇട്ട് തന്നുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ദിയ ചേച്ചീൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് തെറ്റൊരിക്കലും സമ്മതിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളല്ല. അല്ലെങ്കിൽ തൻ്റെ തെറ്റിനെ അഹങ്കാരം കൊണ്ട് അങ്ങ് ന്യായീകരിക്കുന്ന കാറ്റഗറിയുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദിയ ചേച്ചി വലിയ കോൺട്രവേഴ്സി പോകുന്ന സമയത്തും ഇവർ 3 പേരുടെയും ഒരു റീൽ എന്ന് സോഷ്യൽ മീഡിയയിൽ നല്ല ഡിസ്കഷൻ ആയിട്ടുണ്ട്. അഹാന റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള പൂക്കൾ എന്ന് പറയുന്നതിലത്തെ സോങ് ഒക്കെ വെച്ചിട്ടുള്ള റീൽസാണ്. ഞാൻ സൈഡിൽ കൂടെ പ്ലേ ചെയ്യാം. ഭയങ്കര അടിപൊളിയായിരുന്നു. എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോസിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും വീഡിയോ ചെയ്യുന്ന രീതി ആണെങ്കിലും വീഡിയോൻ്റെ പെർഫെക്ഷൻ ആണെങ്കിലും ഫാമിലി ബോണ്ടിങ് ആണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇവരുടെ ഫാമിലിയിൽ ഒരു എൻറ്റയർലി ഡിഫറെൻ്റായി നിൽക്കുന്ന ഒരാൾ ഓഫ് കോഴ്സ് ദിയ തന്നെയാണ്. അപ്പോൾ ദിയയുടെ കോൺട്രവേഴ്സി സൈഡ് നടക്കുന്നു. ദേ ഗൈസ് ആർ എൻജോയിങ്. അപ്പം ആ റീലിൽ നിന്നാണ് ഞാൻ മെല്ലെ ഇങ്ങനെ നടന്ന് ദിയ ചേച്ചിയുടെ അക്കൗണ്ടിൽ എത്തിയത്. ദിയ ചേച്ചിയുടെ അക്കൗണ്ടിൽ എത്തിയപ്പോൾ ഞാനൊരു വീഡിയോ പ്ലസ് കുറച്ച് സ്റ്റോറീസ് കണ്ടു. അപ്പോൾ വീഡിയോയ്ക്ക് അവിടെ റെസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ആദ്യം 1 by 1 സ്റ്റോറിയിലോട്ട് പോകാം. എന്നിട്ട് എൻ്റെ അഭിപ്രായം പറയും. സ്റ്റോറി നമ്പർ 1. You can't consider yourself a good person and criticize people daily. എന്നെ ചേച്ചി മുകളിലിട്ടിട്ടുണ്ട്. ദ വേൾഡ് നീഡ്സ് ടു നോ ദിസ് എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ ഇത് അറിയണം എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ യു കാൺ കൺസിഡർ യുവർ സെൽഫ് എ ഗുഡ് പേഴ്സൺ ആൻഡ് ക്രിട്ടിസൈസ് പീപ്പിൾ ഡെയിലി. എന്ന് വെച്ചാൽ പീപ്പിൾസിനെ എന്ന് വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ആർ സെയിങ് ദറ്റ് വി ആർ എ ഗുഡ് പേഴ്സൺ. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അവനവൻ്റെ സൈഡിൽ കുറേ മിസ്റ്റേക്ക് വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയുക എന്ന് പറയുന്നതിൻ്റെ ഒരു വേറെ വേർഷൻ അവസാനം. ചേച്ചി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളാരും ദിയയെ കുറ്റം പറയുന്നില്ല. ഞാൻ എൻ്റെ അപ്ലോഡ് ചെയ്ത ദിയയുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ഏത് വീഡിയോയിലാണ് ഞാൻ ദിയനെ കുറ്റം പറഞ്ഞത്?
ഞാൻ ദിയനെ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. ദിയ പറഞ്ഞ കോൺസെപ്റ്റിനോടുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ദിയയുടെ വീട്ടിലൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അഹാനയ്ക്കും ഇഷാനയ്ക്കും ദിയയ്ക്കും ഹൻസികയ്ക്കും കൃഷ്ണകുമാറിനും സിന്ധു കൃഷ്ണകുമാറിനും ഒരേ അഭിപ്രായമാണോ? അല്ലേലോ. നിങ്ങൾക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ? ആ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുന്നതിന് നിങ്ങൾ ഇങ്ങനത്തെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് നിങ്ങൾ കുടുംബം പറയലുണ്ടോ? ഇല്ല. അതേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ദിയ ചേച്ചി വീഡിയോയിൽ വന്ന് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് എനിക്ക് അമ്മ എന്ന് വിളിക്കാനാവില്ല, വഴി കൂടെ പോകുന്നവരെ ഞാൻ എങ്ങനെ അമ്മ എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്താണ് ഈ റോട്ടിൽ കൂടെ പോകുന്നവരെ ഞാൻ എങ്ങനെ അമ്മ എന്ന് വിളിക്കും, എൻ്റെ അമ്മ എൻ്റെ വീട്ടിലുണ്ട് സിന്ധു കൃഷ്ണ, ഇനി അമ്മ അല്ലാത്ത നിങ്ങൾ വേണേ വിളിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഹങ്കാരം കാണിച്ചുകൊണ്ട് ഫ്രണ്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് പറയുമ്പോൾ അത് കേൾക്കുന്ന നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞൂടെ? ആദ്യം ചേച്ചിയാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ, വേൾഡ് അല്ല. ഇനി അടുത്ത സാധനം, ബിഗ് ലൈഫ് ലെസൺ. You don't need to make sense to everyone. The right people will appreciate your kind of crazy. അത് നല്ലൊരു സാധനമാണ്. കാരണം ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികളും നമ്മളെ അംഗീകരിച്ചു കൊണ്ടൊന്നും നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. നമ്മളുമായിട്ട് ക്ലോസ് ആയിക്കൊണ്ട് നിൽക്കുന്ന വ്യക്തികൾ മാത്രം നമ്മളെ അംഗീകരിച്ചാൽ മതി. ബാക്കി ചുറ്റുമുള്ള ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ആയിക്കോട്ടെ ചേച്ചി, അങ്ങനെ കാണണം. അങ്ങനെ കാണുന്ന ആളാണെങ്കിൽ ഇങ്ങനെ തുരുതുര എന്ന് പറഞ്ഞ സ്റ്റോറി ഇടരുത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എവിടേക്കോ കൊള്ളുന്നുണ്ട്, അതുകൊണ്ടാണ് സ്റ്റോറി ഇടുന്നത്. ആസ് ഐ ഓൾവേസ് സേ, ദ റൈറ്റ് വൺ സ്റ്റേസ്. അവിടെ റൈറ്റ് വൺ സ്റ്റേസ് എന്നല്ല, ചില അന്ധമായിട്ടുള്ള ഫാൻസ് സ്റ്റേജ്. എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ നല്ലത് കണ്ടാൽ നല്ലതെന്നും മോശം കണ്ടാൽ മോശമെന്നും പറയും. അതിനിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു തെറ്റും എനിക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ഐ ബിലീവ് ഗുഡ് ഫ്രണ്ട്സ് ആണെങ്കിലും ഗുഡ് ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഇഫ് ഇറ്റ്സ് ഗുഡ് ഗുഡ്, ഇഫ് ഇറ്റ്സ് ബാഡ് ഇറ്റ്സ് ബാഡ്, അങ്ങനെ പറയാൻ സാധിക്കണം എന്നൊരു അഭിപ്രായമുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പം ദിയ ചേച്ചി ആഗ്രഹിക്കുന്നത്, ദിയ ചേച്ചി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയുമാണ്. കൊള്ളാം. ഇനി അടുത്തത് ദിയ ചേച്ചിക്ക് വന്ന ഒരു മോട്ടിവേഷൻ സാധനമാണ്. ഡോണ്ട് ലെറ്റ് എനി ഓഫ് ദ റീൽസ് ഓർ പോസ്റ്റ് എഫക്റ്റ് യുവർ മെന്റൽ ഹെൽത്ത്. ഐ ഡു അഗ്രി ദ പാർട്ട് വേർ വഴിയിൽ നിൽക്കുന്നവർ വാസ് ഹാഷ്, ബട്ട് ഐ എം പ്രെറ്റി ഷുവർ യു ഡിഡ്ന്റ് മീൻ ടു കോൾ ഹർ ദാറ്റ്. പ്രോബബ്ലി ദാറ്റ് കെയിം ഇൻ ദ ഫ്ലോ. ഇഫ് യു ഡിഡ് കൺസിഡർ ദം ലോ ഫ്ലൈസ് ഓർ ബിക്കം ബിലോ യുവർ സോഷ്യലി, യു വുഡ്ന്റ് ബി മാരീഡ് ടു ദ said person son, right? Internet is unfortunately forever, and everything we say do stays here for generation to see. That the sad part, people are waiting to get something. As a new mom, please protect your mental health. You seems like a very sensitive person who gets affected by the energy around you, no matter how much you pretend like you don't. I am sure things that hurt you, I have felt the way about you always. Protect yourself, not for anyone else. You are the wife, mother, daughter, everything later. First, you are the girl who is doing for the first time. Give yourself grace. Everyone rage baiting you at this point is literally one defamation case away. People always throw stone to the highest hanging fruit to hope. You know this always. Remember your word, Diya. എന്ന് പറഞ്ഞിട്ടുള്ള ദിയയുടെ ഒരു ഫാൻ അയച്ചിട്ടുള്ള ഒരു ലോങ് മെസ്സേജസ് ആണിത്. ഹോപ്പ്ഫുള്ളി ദിയനെ സപ്പോർട്ട് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടാകുമ്പോൾ ഈ സെറ്റ് ഓഫ് മെസ്സേജ് അയച്ചു. പക്ഷേ ഐ കൺഗ്രാജുലേറ്റ്. ഇവർ സ്റ്റാർട്ടിങ്ങിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, പോസ്റ്റ് ഐ ഡു അഗ്രി ദ പാർട്ട് വേർ വഴിയിൽ നിൽക്കുന്നവർ വാസ് ഹാഷ്. അത് തന്നെയാണ് നമ്മളൊക്കെ പറഞ്ഞേ. നമ്മൾ വേറൊന്നും പറഞ്ഞിട്ടില്ല. ദിയ നാളെ മുതൽ മീനാൻറ്റീനെ കയറിയിട്ട് മീനമ്മേനെ കയറിയിട്ട് അമ്മേന്ന് വിളിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മീനാൻറ്റിയാണ് മീനാൻറ്റി, ദിയ മീനാൻറ്റീനെ മീനാൻറ്റി എന്ന് വിളിച്ചാൽ അമ്മക്ക് എന്താ? ദിയൻ്റെ അമ്മായി അമ്മ, അശ്വിൻ്റെ അമ്മ, നമുക്കെന്തുണ്ടാ? വഴിയിൽ പോകുന്നവർ എന്ന് പറഞ്ഞൊരു സാധനത്തിനോട് നമുക്ക് യോജിക്കാൻ പറ്റിയില്ലടാ. താൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല, അതുപോലെ നമുക്ക് യോജിക്കാൻ പറ്റിയില്ല. ഓക്കെ, വഴിയിൽ പോകുന്നവർ. ഇനി അടുത്തൊരു സാധനം, അമ്മ ഇല്ലാത്തവർ വേണേൽ റോട്ടിൽ പോകുന്നവരെ അമ്മേനെ വിളിച്ചോ എന്ന് പറഞ്ഞൊരു സാധനം, അതും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ബാക്കി ചേച്ചി മോട്ടിവേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പീപ്പിൾ ഓൾവേസ് ത്രോ സ്റ്റോൺ അറ്റ് ദ ഹയസ്റ്റ് ഹാങ്ങിങ് ഫ്രൂട്ട്, ഹോപ്പ് യു നോ ദിസ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത്, തന്നേക്കാളും ഏറ്റവും മുകളിൽ നിൽക്കുന്ന മാങ്ങയ്ക്ക് നേരെയാണ് പീപ്പിൾ കല്ലെറിയുക എന്ന് വെച്ചാൽ എന്നേക്കാളും ഏറ്റവും മുകളിൽ. എനിക്കറിയില്ല ദിയക്ക് എന്നേക്കാളും ഹൈറ്റ് ഉണ്ടോ, എന്താണ് ഈ മുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്? എന്തിൻ്റെ കേസസിലാണ്? പൈസയുടെ കേസിലാണോ? ഇപ്പോൾ പൈസ ദിയക്കുള്ള അത്ര പൈസ എനിക്കില്ല, പക്ഷെ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ രാവിലെ നല്ലൊരു വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്, എനിക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ആരോഗ്യപരമായി വലിയ കുഴപ്പമില്ല, എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ കുഴപ്പമില്ലാത്ത ഒരു യൂട്യൂബർ. പിന്നെന്താണ് ഈ ഉയർച്ച കല്ലെറിയൽ ഉദ്ദേശിച്ചത്?
എടോ, ഡു യു തിങ്ക് മണിയാണ് ഒരു വ്യക്തിനെ ആക്കുന്നത്? ഇല്ലടാ, അതൊക്കെ താൻ ഈ മെസ്സേജ് അയക്കുന്നവരുടെ ക്വാളിറ്റി മാറ്റേഴ്സ്. ക്വാളിറ്റി ഉണ്ടാവണം. എന്നെക്കാളും ക്വാളിറ്റി ഉള്ള ഒരാളെ ഞാൻ വേണേൽ കല്ലെറിയെന്ന് പറയാം, സമ്മതിക്കാം. അല്ലാണ്ട് ഈ കുറച്ചധികം പൈസയും കൊണ്ട് നടക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കല്ലെറിയേണ്ട ആവശ്യമുണ്ട്? അല്ലെ ഇന്ന് എന്ത് കല്ലെറിയാനാ? ഇന്ന് മാങ്ങിയൊക്കെ റോട്ടിൽ വിൽക്കുന്ന സമയമാണ്. ഇനി വാങ്ങാനും പോകണ്ട, ഇവിടെ ഇരുന്ന ആപ്പിൽ ഡൗൺലോഡ് ചെയ്ത വീട്ടിൽ കൊണ്ടുതരാൻ ടീമുണ്ട്. അപ്പോഴാണ് കല്ലെറിയാൻ നടക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കൊച്ചാകള്ള കേട്ടോ. അറിയുന്നില്ല. ഇനി ദിയ ഷെയർ ചെയ്തിട്ടുള്ള ഒരു റീൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊക്കെ മദർ ഇൻ ലോനെ എന്താ വിളിക്കുക? ഞാൻ വിളിക്കുന്നത് അമ്മ അച്ഛനാണ്. വിശാൽ എൻ്റെ അച്ഛനമ്മനെ വിളിക്കാറുള്ളത് ആൻറ്റി അങ്കിൾ എന്നാണ് വിളിക്കാറ്. പക്ഷെ ഇതെന്താ അറിയോ, എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ എന്ത് വിളിക്കണമെന്നുള്ളതല്ല. ഇപ്പം എൻ്റെ വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഒറ്റമോളാണ്. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം ഓടിയെത്തുന്നത് വിശാലാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ അതേ സമയത്ത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാനാണ് അവിടെ അച്ഛനമ്മനും കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ എന്ത് വിളിക്കുന്നു, എങ്ങനെ അവരെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും നമുക്ക് എന്തുമാത്രം സ്നേഹം ഇവരോടുണ്ട്, ഫാമിലിയോടുണ്ട്. കാലക്രമേണ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞാനിവിടെ കല്യാണം കഴിച്ച് 10 വർഷമായി. വന്ന ദിവസം ബിൽഡ് ചെയ്ത് തരുന്ന സ്നേഹമല്ല, അത് കാലക്രമേണ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. എനിക്കിപ്പോൾ എന്ത് കാര്യവും അൺകംഫർട്ടബിൾ ആയ ഒരു കാര്യമാണെങ്കിലും അത് പറയാനുള്ള സ്പേസ് അച്ഛനമ്മ തന്നിട്ടുണ്ട്. ഞാൻ പറയാറുമുണ്ട്. അമ്മ എന്ന് വിളിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആൻറ്റി എന്ന് വിളിക്കുന്നതുകൊണ്ടോ ഒരു റിലേഷൻഷിപ്പ് നന്നാവോ അല്ലെങ്കിൽ മോശമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിയ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെ ദിയ സപ്പോർട്ടേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കണോ? ഇതല്ല ഇവിടുത്തെ വിഷയം. ദിയയുടെ അമ്മായിയമ്മേനെ കയറി ആൻറ്റി എന്ന് വിളിച്ചു, ഇതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ എങ്ങോട്ടെ ഇത് വളച്ചിങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നേ? വഴിയിൽ പോകുന്നവർ എന്ന സ്റ്റേറ്റ്മെൻറ്റ്, അത് നിങ്ങൾ ഉപയോഗിച്ച തെറ്റായിപ്പോയി. റോ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര റോ ആവരുതടാ. നമ്മൾ ഇടുന്ന വീഡിയോ ഒരു തവണയെങ്കിലും നമ്മൾ ഇരുന്നൊന്ന് കാണണം, ചെക്ക് ചെയ്ത് നോക്കണം, മിസ്റ്റേക്ക് മനസ്സിലാക്കണം, കറക്റ്റ് ചെയ്യണം, എന്നിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. ഇത് ഭയങ്കര ഒരു റോ എഡിറ്റിംഗ് ആയിപ്പോയി. അതാണ് ഇപ്പോൾ ഇവിടെ അത്ര വലിയ വിഷയമായത്. നമ്മളൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നും ചെക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇത് ഒരു തവണ ചെക്ക് ചെയ്തിരുന്നെങ്കിൽ, ഈ ഒരൊറ്റ വേർഡ് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു വിഷയമേ ആവാൻ പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആൾക്കാർ സംസാരിക്കും. ആൻഡ് ഇവിടെ ഇവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇവർ അമ്മ എന്നാണ് വിളിക്കുക, മറ്റേ ആൾ ആൻറ്റി എന്നാണ് വിളിക്കുക. ഇനിയിപ്പോൾ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ മദർ ഇൻ ലോനെ എന്താ വിളിക്കുക എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം ഞാൻ കഴിക്കാൻ പോകുന്ന പാർട്ട്ണർ എൻ്റെ മദർ ഇൻ ലോനെ എന്ത് വിളിക്കണം എന്നുള്ളത് അവരുടെയും പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. ഇതിനൊന്നും നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചെയ്യാനോ പറയാനോ പോകുന്നില്ല. പക്ഷെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഇവിടെ ഇയാൾ പറഞ്ഞൊരു സാധനം, ഞാൻ അവരെങ്ങനെ സ്നേഹിക്കുന്നു എന്നതാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിനെ നമുക്ക് വഴി പോയവർ, കണ്ണ് കണ്ടവർ എന്ന് പറയാൻ പറ്റുമോ? അപ്പം ഞാൻ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. ഞാനിപ്പോൾ റോട്ടിൽ പ്രത്യേകിച്ച് ഒരു വ്യക്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഇന്ന സ്റ്റോപ്പിൽ ഇയാളെ കണ്ടു എന്നാണ്. ആ വഴിയിലെ മൂലയ്ക്ക് എങ്ങനെ വെച്ച് ഞാൻ ഇയാളെ കണ്ടു എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതെങ്ങനെ പറയാൻ പറ്റുക? നമുക്ക് ഒരു ബന്ധവുമില്ലാത്ത, നമുക്ക് ഏറ്റവും ദേഷ്യമുള്ള, വെറുപ്പുള്ള ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ ആ വഴിയേക്ക് എന്ന രീതിയിൽ പറയും. ചിലപ്പോൾ തീ അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പേടാ നോക്കണടാ, ശ്രദ്ധിക്കണടാ, മനസ്സിലാക്കണടാ. അത് നിങ്ങളെപ്പോലെ മുകളിലുള്ള വലിയ മാങ്ങമല്ലേ. അപ്പം എല്ലാവരും കാണും, എല്ലാവരും ശ്രദ്ധിക്കും, സംസാരിക്കും, ഡിസ്കഷനാവും. അപ്പോഴാണ് ഏറ് വരിക. എത്ര ചെറിയ ചെറിയ മാങ്ങകൾ അടിയിൽ വളർന്ന് നിലത്ത് വീണ് പോകുന്നത്, അവർക്കൊന്നും ഏറ് കിട്ടുന്നില്ലേ? മുകളിലുള്ള വലിയ മാങ്ങയ്ക്കല്ലേ ഏറ് കിട്ടുന്നേ. അതാ പറഞ്ഞത്, ശ്രദ്ധിച്ചില്ലെങ്കിലാണ് ഇങ്ങനത്തെ ഒരു പണി കിട്ടുക. അപ്പോൾ എൻ്റെ ഇവിടെ പറഞ്ഞതുപോലെ സ്നേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇൻസൾട്ട്, ഇപ്പോൾ എന്നെ ഒരാൾ ഭയങ്കര സ്നേഹിക്കുന്നുണ്ട്, ഭയങ്കരം എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹിക്കുന്നുണ്ട്, എന്നെ ഭയങ്കര കെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾ എന്നെ ജീവിതകാലം മുഴുവൻ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തന്നെ എൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തന്നെ എൻ്റെ പാസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, അല്ല എന്നെ ട്രിഗർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എവിടെയാണ് അയാൾക്ക് സ്നേഹമുള്ളത്? എവിടെയാണ് അയാൾ എന്നെ സ്നേഹിക്കുന്നത്? ഇവിടെ ഇൻഡയറക്ട്ലി, ചിലപ്പോൾ ദിയ അറിയാണ്ടാണെങ്കിലും, ദിയ മീനമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ എവിടെയൊക്കെയോ ഈ ലൈൻസും സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഇൻസൾട്ട് ചെയ്തിരിക്കുക ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ, അല്ലെങ്കിൽ ആ ഒരു ടേമിനെ ഇൻസൾട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം പിന്നെ സ്നേഹിച്ചിട്ട് എന്ത് കാര്യം? ഇനി അടുത്തത്, ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ ഹെയ്തി സാദിയ എന്ന് പറയുന്നൊരു വ്യക്തി ഈ ഒരു ടോപ്പിക്ക് റിയാക്ട് ചെയ്ത് ഒരു വീഡിയോ ഇട്ടു. ഞാൻ കണ്ട സമയത്ത് എനിക്കത് റിയാക്ട് ചെയ്യാൻ പോലും തോന്നിയില്ല. ബിക്കോസ് പല വിഷയങ്ങളിലും അവർ സംസാരിക്കുന്നതുമായിട്ട് എനിക്ക് ഒട്ടുമേ യോജിക്കാൻ സാധിക്കലില്ല. കാരണം എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോ കിടക്കട്ടെ. പക്ഷേ ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ ഒരു അടിപൊളി ആളുണ്ട്, ദറ്റ് ഇസ് നാദിറ.
നാദിരയുടെ വീഡിയോ വേണ്ട, ക്വാളിറ്റി വീഡിയോ. ഹാർട്സ് ഓഫ് നാദിര. I don't have any words to say. She's such a germ girl. വഴി കൂടെ നടന്നു പോകുന്ന എല്ലാവരും എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അഭിപ്രായം ദിയ പറയുന്ന സമയത്ത് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാനേ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വന്തം അമ്മയുടെ ഒരു സ്വാർത്ഥതയുണ്ട്, സ്നേഹത്തിനപ്പുറത്തേക്ക്. ആ സ്വാർത്ഥതയായിരിക്കും ഒരു പക്ഷേ ദിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. അതിനപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ ബഹുമാനത്തോടുകൂടി മറ്റെന്ത് വാക്കും നമുക്ക് ഉപയോഗിക്കില്ല, ആൻറ്റിന്നോ ശിശുന്നൊക്കെ വിളിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ പറയാൻ ശ്രമിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യരുടെ കൂടി മാനസികാവസ്ഥ ദിയ മനസ്സിലാക്കണമായിരുന്നു. അശ്വിൻ്റെ അമ്മ വെറുതെ വഴി കൂടെ നടന്നു പോകുന്ന ഒരാളല്ല എന്നുള്ളത് നമുക്ക് മുന്നേ മനസ്സിലാക്കേണ്ടത് ദിയയായിരുന്നു. അപ്പം ആ ഉപമ ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നിയത്. വളരെ സിമ്പിളായിട്ട് ആൾ പറഞ്ഞു. വഴിയിൽ കൂടെ പോകുന്ന ഒരു ലേഡി അല്ല അശ്വിൻ്റെ അമ്മ എന്നൊരു സാധനമല്ലേ അതേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഭയങ്കര അടിപൊളിയായി പറഞ്ഞടാ, ഭയങ്കര അടിപൊളിയായിട്ട് പറഞ്ഞു. എനിക്ക് ഈ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തൊരു സാധനം വരുന്നുണ്ട്, മാരക സാധനം. അതിനപ്പുറത്തേക്ക് ലാസ്റ്റ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ പറഞ്ഞ അമ്മ ഇല്ലാത്തവർ അങ്ങനെ വിളിച്ചോട്ടെ എന്ന് പറയുന്ന സമയത്ത് ഈ ലോകത്ത് ഏറ്റവും വലിയ ഞാൻ ബുദ്ധിമുട്ടുന്നു എന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയോ അച്ഛനോ ഇല്ലാത്തൊരു കാലഘട്ടത്തെ പറ്റിയാണ്. അത് ഓവർ തിങ്കിങ് ആണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും അതിനെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് അതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അനുഭവിച്ച മനുഷ്യരോട് നമുക്ക് എല്ലാ കാലത്തും ബഹുമാനം മാത്രമേ ഉള്ളൂ. അവർ ഒരാൾ അമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെ പേരിൽ മാത്രമാണ്. അത് അവർ വിളിച്ചോട്ടെ, വിളിക്കുന്നതൊക്കെ കുഴപ്പമില്ല, കേൾക്കുന്നതൊക്കെ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം എന്നുള്ളതാണ്. അത് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയത് ഇവിടുത്തെ ട്രാൻസ്ജെൻഡർ മനുഷ്യരോടാണ്. കാരണം ഒരു തരത്തിലും രക്തബന്ധമില്ലാത്ത മനുഷ്യർ ആത്മബന്ധത്തിന്റെ പേരിൽ മാത്രം പരസ്പരം അമ്മാനും സഹോദരി എന്നൊക്കെ വിളിക്കുന്നത് കാണുമ്പോഴത്തേക്കും എവിടേക്കോ അതിനൊരു അന്തസത്ത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പറഞ്ഞൊരു സാധനമുണ്ട്, അത് എത്രത്തോളം എല്ലാവർക്കും കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര കണക്റ്റഡ് ആണ്, എനിക്ക് ഭയങ്കര മനസ്സിലാവും. കാരണം ഫോർ മീ സ്പെൻഡിങ് എ ഡേ വിത്തൗട്ട് അമ്മ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ പാടാണ്. ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം നാളെ എൻ്റെ അമ്മ ഒന്ന് കാലിക്കറ്റിലോട്ട് അർജൻറ്റായിട്ട് പോവുകയാണ്. മേ ബി ബൈ 3 or 4 ഡേ കഴിഞ്ഞിട്ടേ ആൾ വരാനുള്ള ചാൻസ് ഉള്ളൂ. ഞാൻ ഇന്ന് തൊട്ടിട്ട് ഞാൻ ആലോചിക്കുന്നത് എന്ത് ചെയ്യും ഈ 3-4 ഡേ എന്നുള്ളതാണ്. ബിക്കോസ് ദാറ്റ്സ് എ ഫീലിംഗ്, ദാറ്റ്സ് എൻ ഇമോഷൻ. അത് മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അത് മനസ്സിലാവൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അമ്മയില്ലാത്തവർ പോയി വിളിച്ചോട്ടെ എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഒക്കെ കേട്ട സമയത്ത് എനിക്ക് വെറുപ്പാണ് തോന്നിയത് ഇവരുടെ അടുത്ത്. കാരണം ഒരു മനുഷ്യന് ഈ ലോകത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ ഏതാണെന്നറിയോ? ലിവ് വിത്തൗട്ട് മോമാണ്. മോമിൻ്റെ സ്നേഹം, മോമിൻ്റെ കെയർ, മോമിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടിക്കൊണ്ട് ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ആ മോം ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. ആ ഒരു സാധനം ഉണ്ടടാ, ആ ഒരു ഇമോഷൻ ഉണ്ടടാ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഉണ്ടടാ, അതിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളോടാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് അമ്മല്ലേ വഴി പോയി വിളിച്ചു. ഇതൊക്കെ യുൽ ഗെറ്റ്. ഇനിയെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ബോധത്തോടു കൂടിയും വിവരത്തോടു കൂടിയും സമയമെടുത്തിടും. നിങ്ങളിനി എന്ത് വീഡിയോ ഇട്ടാലും റീച്ചും കിട്ടും, പൈസയും കിട്ടും. അതുകൊണ്ട് തന്നെ ആക്രാന്തം പിടിച്ച് അങ്ങ് കട്ട് ചെയ്ത് കുട്ടി ഇടുന്നതിന് പകരം ഒന്നിരുന്ന് കേൾക്ക്. ഇനി വേറൊരു സാധനം കാണിച്ചു തരാം. ആരാണ് സെലിബ്രിറ്റി, ആരാണ് ക്വാളിറ്റി ഉള്ള സെലിബ്രിറ്റി എന്നുള്ളത് കാണിച്ചു തരാം. ഈ വീഡിയോ ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ഒരു സെപ്പറേറ്റ് പീസാക്കി വെച്ച് പിന്നെ ഞാൻ എടുത്ത് സംസാരിക്കുന്നില്ല. കാരണം ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ കാണാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല. ഇതാണ് സെലിബ്രിറ്റി, പേര് പേളി. ഇപ്പം നേരത്തെ കമൻറ്റിൽ പറഞ്ഞില്ലേ കല്ലെടുത്ത് മുകളിലോട്ട് എറിയും എന്ന് പറഞ്ഞാൽ അത് ഇവരെയൊക്കെയാണ്. കാരണം മനുഷ്യപ്പെട്ടുള്ള ആൾക്കാർ നമുക്കിങ്ങനെ മുകളിലത്തെ അത് പറിക്കാനും എടുക്കാനുമുള്ള ഒരു കൊതി തോന്നുന്ന വ്യക്തി. ആ കല്ല് എറിയുന്നത് ഉപദ്രവിക്കുകയല്ല, സ്നേഹം കൊണ്ട് കല്ല് ഉമ്മ എന്ന രീതിയിൽ, കെട്ടിപ്പിടുത്തം എന്ന രീതിയിൽ. ഇതാണ് സെലിബ്രേറ്റ് കേട്ടോ, കണ്ട് മനസ്സിലാക്കണം. ഇത് കഥ എന്താണെന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ. ഒരമ്മയും മോളും കൂടെ അവർക്ക് ഗോൾഡ് വാങ്ങാൻ വേണ്ടി പോവാണ്. ആ പെർട്ടിക്കുലർ ഗോൾഡിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പേളിമണി ഗോൾഡ് ഷോപ്പിൽ പേളിമണി എത്തിയിരുന്നു. പേളിനെ കണ്ടതിൽ അമ്മ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അമ്മ ഓട്ടോമാറ്റിക്കലി വാങ്ങാൻ പോയത് കമ്മലാണെങ്കിൽ കമ്മൽ വാങ്ങാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് വേറൊരു സാധനം വാങ്ങിയിട്ട് അവർ ഇറങ്ങി വന്നു. പേളി ആ റീല് കാണുന്നു, പേളിക്ക് സങ്കടമാവുന്നു, അമ്മേനെ വിളിച്ച് വരുത്തുന്നു, കമ്മൽ വാങ്ങുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. അതിൽ പേളി റിപ്പീറ്റഡ്ലി പറയുന്നൊരു സാധനമുണ്ട്, കേൾപ്പിച്ച് തരാം. ശരിക്കും അമ്മയ്ക്ക് ഈ മാല നന്നായിട്ട് ചേരും തോന്നായിട്ട്. ഈ മാല ചേരുവോ? ഈ മാല അമ്മയ്ക്ക് ചേരില്ലേ? ഒരു ഹഗ് തരും. അമ്മയുടെ റീൽ കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും അന്ന് അറിഞ്ഞത്. കേട്ടോ പേളി വിളിച്ചത്.
അമ്മ എന്നാണ്. കേട്ടോ പേളി കെട്ടിപ്പിടിച്ചത്? പാവങ്ങളെയൊക്കെ പിടിക്കുവോ, തൊടുവോ? എടാ ഇതാണ് ക്വാളിറ്റി, ദിസ് ഇസ് ക്വാളിറ്റി. ഇങ്ങനെ ക്വാളിറ്റി ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നും. ക്വാളിറ്റി ഉള്ള ആൾക്കാരെയൊന്നും നമ്മൾ കമ്പയർ ചെയ്യില്ല. ഞാൻ അധികം പറയുന്നില്ല, കാരണം അതാണ് നല്ലത്. എന്തിനാ വെറുതെ? കാരണം എനിക്കറിയാം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല ഭക്ഷണവും നല്ല മനസ്സുമുള്ള കുറേ ആൾക്കാരാണ്. അതിൽ കുറച്ച് പേരൊക്കെ ഉണ്ടാവാം. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഫേസ് എക്സ്പ്രഷനിൽ കൂടിയും ഇമോഷനിൽ കൂടിയും എൻ്റെ വിഴുങ്ങലിൽ കൂടിയും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ. അത് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ചിൽഡ്രൻ ഇറ്റ്സ്